കഴുതക്കൂട്ടത്തിൽ ഒരു കാവൽക്കാരന്റെ ജോലി ഒഴിവുണ്ട്. മത്സരം നടത്തി ഇവരിൽ ഒരുത്തനെ തിരഞ്ഞെടുത്തു തരാമോ? കാവൽ ജോലിയല്ലേ, ബുദ്ധി മത്സരം വേണ്ട, ശക്തി മത്സരം നടത്താം. ഇരിക്കെ, മത്സരത്തിന്റെ നിബന്ധനകൾ പറഞ്ഞു തരാം. 3 പേരായതുകൊണ്ട് പലതവണ മത്സരിക്കണം, മനസ്സിലായോ? ആയി. ആദ്യം ഒന്നാമനും രണ്ടാമനും തമ്മിൽ മത്സരം, മനസ്സിലായോ? ആയി. സൂത്ര, ഒരു സംശയം. മത്സരത്തിൽ രണ്ടാമൻ ജയിച്ചാൽ രണ്ടാമൻ ഒന്നാമനാവില്ലേ? കൺഫ്യൂഷൻ ആക്കല്ലേ. പേര് വെച്ച് കാര്യം പറയാം. നിങ്ങളുടെ പേര് പറ. പുപ്പു, ബുബു, മുമ്മു, ഷേരു. ശരി, ആദ്യം പുപ്പുവും ബുബുവും തമ്മിൽ മത്സരം, പിന്നെ ബുബുവും മുമ്മുവും തമ്മിൽ. അത് കഴിഞ്ഞാൽ മുമ്മുവും പുപ്പുവും തമ്മിൽ. എല്ലാ മത്സരത്തിലും ജയിക്കുന്ന കഴുത ഒന്നാമൻ. എല്ലാവരും എല്ലാ മത്സരത്തിലും ജയിച്ചാലോ? അങ്ങനെ ഒരിക്കലും വരില്ല, മനസ്സിലായില്ലേ? ഇല്ല. പുപ്പു ബുബുവിനെയും അമ്മുവിനെയും തോൽപ്പിച്ചാൽ പുപ്പു മാത്രമല്ലേ എല്ലാ കളിയിലും ജയിക്കൂ. പക്ഷെ ബുബു പുപ്പുവിനെയും എന്നെയും തോൽപ്പിച്ചാലോ? ഷെടാ, പുപ്പു തോൽപ്പിച്ചാൽ പുപ്പു തോൽക്കില്ലേ? പിന്നെ എങ്ങനെ 2 കളിയും ജയിക്കും? അപ്പൊ മുമ്മു ജയിച്ചാലോ? 2 കളിയും മുമ്മു ജയിച്ചാൽ പുപ്പു തോൽക്കുമല്ലോ. അപ്പൊ പിന്നെ മുമ്മു ഒന്നാമൻ. പുപ്പു തോൽക്കുമോ? അപ്പൊ പുപ്പു 2 കളിയും ജയിക്കുമെന്ന് നേരത്തെ പറഞ്ഞതോ? ജയിച്ചാലല്ലേ പുപ്പു ജയിക്കുമോ മുമ്മു ജയിക്കുമോ എന്ന് പറയാൻ പറ്റൂ. ഇപ്പൊ എങ്ങനെ പറയും? ഓഹോ, ചേട്ടന് തന്നെ ഇതിനെപ്പറ്റി തീർച്ച പറയാൻ പറ്റില്ല അല്ലേ? തീർച്ചയും മൂർച്ചയും ഇല്ലാത്ത ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. മണ്ടൻ കുറുക്കൻ. ചേട്ടാ, ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ശക്തി പരീക്ഷ ക്യാൻസൽ ആക്കി.